ഓക്കെ, ഞാൻ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആൻഡ് അരിത്തമെറ്റിക് സർക്യൂട്ട്സ് ആണ്. അതായത് നമുക്ക് മൊഡ്യൂൾ 3ക്ക് അത് കോമ്പിനേഷൻ സർക്യൂട്ട്സും പഠിക്കാനുണ്ട്, അരിത്തമെറ്റിക് സർക്യൂട്ട്സും പഠിക്കാനായിട്ടുണ്ട്. അരിത്തമെറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുമ്പം അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അരിത്തമെറ്റിക് സർക്യൂട്ട്സാണ് നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം എന്താണ് ഈ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കുക, നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്നും സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്നും. സീക്വൻഷ്യൽ സർക്യൂട്ട്സ് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പഠിക്കുകയുള്ളൂ. കണ്ടോ, കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഒരു ലോജിക് ഡയഗ്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ടുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരുന്ന ടൈപ്പ് ഓഫ് സർക്യൂട്ട്സിനെ പറയുന്ന പേരാണ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ആഡർ, സബ്ട്രാക്ടർ, ഡീകോഡർ, എൻകോഡർ, മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ, കമ്പാരേറ്റർ എക്സെട്ര. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതാണ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആദ്യമേ അരിത്തമെറ്റിക് സർക്യൂട്ട്സ് അങ്ങ് ഡിസ്കസ് ചെയ്യാൻ പോകും. ഈ കോമ്പിനേഷൻ സർക്യൂട്ട്സിനകത്ത് വരുന്ന എക്സാമ്പിളിനകത്ത് ഒന്നാണ് അരിത്തമെറ്റിക് സർക്യൂട്ട്സ്. അരിത്തമെറ്റിക് സർക്യൂട്ട്സിനകത്ത് വരുന്ന ആർഡറാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്നത്. ആർഡറും ഉണ്ട്, സബ്ട്രാക്ടറും ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ആർഡർ നോക്കിക്കോ. അരിത്തമെറ്റിക് സർക്യൂട്ട്സിൽ ആർഡേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഹാഫ് ആർഡറും ഫുൾ ആർഡറും. അതുപോലെ സബ്ട്രാക്ടർ ആണെങ്കിൽ രണ്ട് തരത്തിലുണ്ട്, ഹാഫ് സബ്ട്രാക്ടറും ഫുൾ സബ്ട്രാക്ടറും. അപ്പോൾ ആദ്യം നമുക്ക് ഹാഫ് ആർഡർ എന്താ എന്ന് പഠിക്കാം. ഓക്കെ, ഹാഫ് ആർഡർ എന്താ, ഫുൾ ആർഡർ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഹാഫ് ആർഡർ സ്റ്റാർട്ട് ചെയ്യണം. ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഹാഫ് ആർഡറിൻ്റെ ലോജിക് സിമ്പൽ. അതായത് രണ്ട് ഇൻപുട്ടും ഉണ്ട്, രണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? എയും ബിയും. ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ്? സമ്മും ക്യാരി ഔട്ടും. എ ബി രണ്ട് ഇൻപുട്ട് കൊടുത്താൽ സം ഔട്ട്പുട്ട് തരും. സമ്മിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എസ് വെച്ചും ക്യാരി ഔട്ടിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് സി ഔട്ട് വെച്ചുമാണ്. ഓക്കെ, ഇതാണ് ഒരു ഹാഫ് ആർഡറിൻ്റെ ലോജിക് സിമ്പൽ. ഇനി ഹാഫ് ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ബൈനറി അഡീഷൻ പഠിച്ചിട്ടുള്ളത് അല്ലേ? ബൈനറി അഡീഷൻ എന്ന് പറഞ്ഞാൽ സീറോയും ആഡ് ചെയ്യുമ്പം സം എന്താ കിട്ടുന്നത്? 0 കിട്ടും. ക്യാരി ഉണ്ടായിരുന്നോ? ഇല്ല. അടുത്തത് 0യും 1ഉം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്നാ റിസൾട്ട് കിട്ടുന്നത്? സം എന്ത് കിട്ടും? 1 കിട്ടും. ക്യാരി ഉണ്ടായിരുന്നോ? ഇല്ല. 1ഉം 0യും ആഡ് ചെയ്തപ്പം റിസൾട്ട് എന്നാ കിട്ടി? സം എന്നാ കിട്ടി? 1 കിട്ടും. ക്യാരി ഉണ്ടായിരുന്നോ? ഇല്ല. ആ സ്ഥാനത്ത് 1ഉം 1ഉം ആഡ് ചെയ്തപ്പോഴോ 0 വിത്ത് ക്യാരി 1 എന്നല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഈ സെയിം കാര്യം തന്നെയാണെന്ത്? ഹാഫ് ആർഡർ. അതായത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഒരു ഹാഫ് ആർഡർ. 2 ബിറ്റ് അഡീഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഹാഫ് ആർഡർ. 3 ബിറ്റ് ആകുമ്പോൾ അത് ഫുൾ ആർഡറായി മാറും. അങ്ങനെ എത്ര ബിറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയോ, ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ഇൻപുട്ട്സേ ഉള്ളൂ, എയും ബി. കണ്ടോ, 0 കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടിയേ? സമ്മ് കണ്ടോ? 0 ക്യാരി ഇല്ല. 0 1 കൊടുത്തപ്പം സമ്മ് 1 ക്യാരി ഉണ്ടോ? ഇല്ല. 1 0 കൊടുക്കുമ്പോൾ 1ഉം 0 ആഡ് ചെയ്യുമ്പം 1 കിട്ടും. ക്യാരി ഉണ്ടോ? ഇല്ല. 1ഉം 1 ആഡ് ചെയ്യുമ്പോഴായിരുന്നു ആൻസർ 0 വിത്ത് ക്യാരി 1 നമ്മൾ പഠിച്ചത് അല്ലേ? അതാണ് ഹാഫ് ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഹാഫ് ആർഡറിൻ്റെ ലോജിക് സിമ്പൽ കണ്ടു, ഹാഫ് ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടു. അടുത്തത് ഈ ഹാഫ് ആർഡറിൻ്റെ ഈ സമ്മിൻ്റെ എക്സ്പ്രഷനും ക്യാരിയുടെ എക്സ്പ്രഷനും എഴുതിയിട്ട് ഈ സമ്മിനെയും ക്യാരിനെയും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതായത് എന്തൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ലോജിക് ഡയഗ്രാം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിക്കണം. അതിനുശേഷം ബേസിക് ഗേറ്റ്സ് ഏതൊക്കെയാണ്? ആൻഡും ഓറും നോട്ടും. ഈ 3 ബേസിക് ഗേറ്റ്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിനുശേഷം നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നോർ വെച്ചും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ഹാഫ് ആർഡറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പഠിക്കാനുള്ളത്. സെയിം തന്നെയാണ് ഫുൾ ആർഡറിനും, സെയിം തന്നെയാണ് ഹാഫ് സബ്ട്രാക്ടറും, സെയിം തന്നെയാണ് ഫുൾ സബ്ട്രാക്ടറും. ഇത്രയാണ് നമുക്ക് അരിത്തമെറ്റിക് സർക്യൂട്ട്സിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഹാഫ് ആർഡർ നോക്കാം. ഹാഫ് ആർഡറിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതാനായിട്ട് പോവാം. ഇതിൻ്റെ സമ്മിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടല്ലോ. സമ്മിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ സമ്മ് ഹൈ ആവുന്ന ഏതൊക്കെ കേസിലാണ്? ഇൻപുട്ട് 0 1 ആകുമ്പോൾ ഹൈ ആണ്, 1 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. അപ്പം നമ്മൾ സമ്മിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാം. നിങ്ങൾ കെ മാപ്പ് വരച്ചോ അല്ലാതെ നിങ്ങൾക്ക് എഴുതാം അല്ലേ? സമ്മിൻ്റെ എക്സ്പ്രഷൻ നോക്കി, ഇൻപുട്ട് 0 1 ആകുമ്പോഴും 1 0 ആകുമ്പോഴാണ് എന്താ 1 ആവുന്നത്? 0 1 മീൻസ് എന്താ? എ ബാർ ബി പ്ലസ് 1 0 മീൻസ് എ ബി ബാർ. എക്സ്പ്രഷൻ നമുക്ക് കെ മാപ്പ് വരയ്ക്കണ്ട, അല്ലാതെ തന്നെ എഴുതാം. കെ മാപ്പ് വരച്ച് എങ്ങനെയാണ് നമ്മൾ സാധാരണ എക്സ്പ്രഷൻ എഴുതുന്നത്? അപ്പം നമുക്ക് രണ്ട് വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ എയും ബിയും കൊടുക്കാം. ഇവിടെ നോക്കി, 0 0 ഔട്ട്പുട്ട് എന്താ? 0 0 വരുന്ന സെല്ല് ഏതാ? ഇതല്ലേ 0 0 വരുന്ന സെല്ല്. 0 0 വരുന്ന സെല്ല് ഇതാണ്. ഇത് 0 1 വരുന്ന സെല്ല്, ഇത് 1 0 വരുന്ന സെല്ല്, ഇതാണ് 1 1 വരുന്ന സെല്ല് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 0 1 വരുന്ന സെല്ലിലും 1 0 വരുന്ന സെല്ലിലും എന്താണ്? ഹൈ ആണ്. ബാക്കി രണ്ട് സെല്ലിൽ എന്താണ്? 0 ആണ്. അപ്പം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ്?
സിംഗിൾ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിനി എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് എക്സോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ ഇത് തന്നെയല്ലായിരുന്നു, എ ബാർ ബി പ്ലസ് എ ബി ബാർ ഇത് തന്നെയായിരുന്നു എക്സോർ ഗേറ്റ്. അപ്പം ഒരു ഹാഫ് ആർഡറിനെ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എ എക്സോർ ബി ആണ്. എയും ബിയും എക്സോർ ചെയ്യുന്നത് തന്നെയാണ് എന്ത്? എയും ബി എക്സോർ ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് എന്ത്? ഒരു ഹാഫ് ആർഡറിൻ്റെ സമ്മിൻ്റെ ആൻസറും. അപ്പം ഒരു ഹാഫ് ആർഡറിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ അല്ലെങ്കിൽ എ എക്സോർ ബി എന്ന് എഴുതിയാൽ മതി. ഇനി ഇതുപോലെ തന്നെ ക്യാരിയുടെ എക്സ്പ്രഷൻ നോക്കിക്കേ. ക്യാരി നോക്കിക്കേ, ക്യാരി സി അല്ലേ, സി ഔട്ട് എന്ന് എഴുതിക്കും. 1 വരുന്ന കേസിൽ മാത്രമേ ക്യാരി ഹൈ ആവുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും ക്യാരി എന്താ? 0യാണ്. ഞാൻ മാപ്പിലോട്ട് നോക്ക്. 1 വരുന്ന കേസിൽ മാത്രം ക്യാരി ഹൈ ആണ്, ബാക്കി എല്ലായിടത്തും 0 ആണല്ലോ. അപ്പം ഇതിന് എക്സ്പ്രഷനിലേക്ക് എഴുതാമല്ലോ. 1 വരുന്ന കേസ് എന്ന് പറയുമ്പം നമ്മളെങ്ങനെ എഴുതാം? സി ഔട്ട് ഈക്വൽ ടു എ ബി എന്ന് എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, 1 വരുന്ന കേസിൽ നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഈ റോയും ഈ കോളോടെ നോക്കിയിട്ടല്ലേ. അപ്പോൾ ഇവിടെ 1 അപ്പോൾ ഇവിടെ എയും ഇവിടെ ബി, അപ്പോൾ എ ബി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മിൻ്റെ എക്സ്പ്രഷൻ എ എക്സ് ഓർ ബി ആണ്, ക്യാരിയുടെ എക്സ്പ്രഷൻ എ ബി ആണെന്ന് എനിക്ക് കിട്ടി. എനിക്കിനി ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ. ആദ്യം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ലോജിക് ഗേറ്റ്സ് വെച്ചാൽ. ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഗേറ്റ്, അത് സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നാൻഡ് വേണമെന്നോ നോറ് വേണമെന്നോ ബേസിക് ഗേറ്റ്സ് മാത്രമേ പറ്റുള്ളൂ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതല്ലേ നമ്മളെപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമ്പർ ഓഫ് ഗേറ്റ്സ് എപ്പോഴും കുറയാനാണ് നോക്കേണ്ടത്. ലെസ് നമ്പർ ഓഫ് ഗേറ്റ്സ് ഉപയോഗിച്ച് വേണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ലോജിക് ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നിങ്ങൾക്ക് എ എക്സ് ഓർ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നിങ്ങൾ എയിനെയും ബിനെയും ഒരു എക്സ് ഓർ ഗേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടത്തില്ലേ. ഓക്കെ, അപ്പം എയും ബിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സ് ഓർ ഗേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമ്മായ എ എക്സ് ഓർ ബി കിട്ടും. അപ്പോൾ നിങ്ങൾ സം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഉണ്ടോ. എയും ബിയും കൂടെ നിങ്ങളൊരു എക്സ് ഓർ ഗേറ്റ് കൊടുത്തപ്പം എ എക്സ് ഓർ ബി നിങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ക്യാരി ഔട്ടിന് എക്സ്പ്രഷൻ എന്താ? എ ബി ആണ്. എയും ബിയും കിട്ടണമെങ്കിൽ നിങ്ങൾ എനെയും ബിനെയും കൂടെ നിങ്ങളൊരു ആൻഡ് ഗേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ബി കിട്ടത്തില്ലേ. ഓക്കെ, അപ്പോൾ ക്യാരിയും സമ്മും എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്യും യൂസിങ് ലോജിക് ഡയഗ്രാം. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഹാഫ് ആർഡർ യൂസിങ് ബേസിക് ഗേറ്റ്സ് ആണ്. ബേസിക് ഗേറ്റ്സ് ഏതൊക്കെയാണ്? ആൻഡ് ഓറ് നോട്ട്. ഈ ആൻഡും ഓറും നോട്ടും വെച്ച് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ റൂള്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നമുക്കറിയാം സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്നാ? എ എക്സ് ഓർ ബി, അതായത് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് അതിനെ എഴുതാം. അപ്പോൾ എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നമുക്ക് ബേസിക് കേസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മേലെ ആദ്യം സമ്മും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒരു ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ സമ്മും ക്യാരിയും കൂടെ കൂടുന്ന ഒരു ഹാഫ് ആർഡർ. അപ്പോൾ നമ്മൾ സമ്മും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം, ക്യാരീനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. രണ്ടുപേരുടെ കൂടിയാൽ ഹാഫ് ആർഡറാണ്. സം മാത്രം ചെയ്ത് നിർത്താൻ പാടില്ല, രണ്ടുപേരും വേണം. അപ്പം നോക്കി, എ ബാർ ബി പ്ലസ് എ ബി ബാറും ഉണ്ട്, ക്യാരിയുടെ എക്സ്പ്രഷൻ എ ബി. അപ്പോൾ ഇതിന് നമുക്ക് ബേസിക് കേസ് വെച്ച് ചെയ്യാൻ എളുപ്പമല്ലേ. ഇവിടെ നോക്കി, ഞാൻ എ എന്ന് പറഞ്ഞൊരു വയർ താഴോട്ടിട്ടിട്ടുണ്ട്. എ ബാർ നോട്ട് ഗേറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് കേസിനകത്ത് വരുന്നതല്ലേ നോട്ട് ഗേറ്റ് മാത്രമേ അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എ ബാർ ചെയ്യണമെങ്കിൽ. അതുപോലെ ബീനെ എന്ത് ചെയ്യുക? ബി ബാർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബേസിക് കേസ് മാത്രമേ യൂസ് ചെയ്യാവുന്നതാണ് ഹെഡിങ്ങിൽ കിടക്കുന്നത്. അപ്പം ബേസിക് കേസ് ഏതൊക്കെയാണ്? ആൻഡ് ഓറും നോട്ടും ആണല്ലോ. അതുകൊണ്ടാണ് നോട്ട് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ എനിക്ക് വേണ്ടത്? എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ എനിക്ക് എ ബാർ ബി പ്ലസ് എ ബി ബാർ എടുക്കാൻ മേലേ എ ബാറെ ഇവിടുന്ന് ബി എ ബാർ. ഇപ്പം ഇതിപ്പോൾ എന്ത് കിട്ടി? എ ബാർ ബി കിട്ടി. ഇനി ഇതോ എ ബി ബാർ. ഇവിടെ എ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട് ഞാൻ, ഈ ബി ബാറിൽ നിന്ന് കണക്ഷൻ എടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? എ ബി ബാറും കിട്ടി. ഇപ്പോൾ എ ബാർ ബി എന്താണെന്നും കിട്ടി, എ ബി ബാറും കിട്ടി. ഇനി ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. ഇവരെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഏത് ഗേറ്റിലേക്കാണ് കൊടുക്കുന്നത്? ഓർ ഗേറ്റ്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഏത് എക്സ്പ്രഷൻ വന്നാലും അതിനെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും ഒക്കെ വെച്ച് ബേസിക് ലോജിക് ഡയഗ്രാം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഓർ ഗേറ്റിലോട്ട് കൊടുത്താൽ കിട്ടി, സമ്മ് കിട്ടി. ക്യാരി കിട്ടണമെങ്കിൽ എയിനെയും ബീനെയും കൂടെ ചേർത്തൊരു ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ എന്ത് കിട്ടും? ക്യാരിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് കേസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അടുത്താണ് ഹാഫ് ആർഡർ യൂസിങ് നാൻഡ് ഗേറ്റ് ഓൺലി. ഇനി നമുക്ക് എന്താണ്? നാൻഡ് ഗേറ്റ് വെച്ച് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ നാൻഡ് ഗേറ്റ് വെച്ച് മാത്രമേ അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ എക്സ്പ്രഷൻ എന്താ? എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ്. അപ്പം എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഈ സെയിം എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിൻ്റെ എക്സ്പ്രഷനാണ്? എക്സ് ഓർ ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പം നമ്മൾ ഓൾറെഡി എക്സോർ ഗേറ്റ് ചെയ്തപ്പം എക്സോർ ഗേറ്റിനകത്ത് എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഡബിൾ ബാർ അങ്ങ് ഇട്ട് കൊടുത്ത് നാൻഡ് വെച്ച് ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക ചെയ്ത് അല്ലേ. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹാഫ് ആർഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്, അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹാഫ് ആർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്താണ് അതിനെ എനിക്ക് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഒരു സർക്യൂട്ടാണ് നമ്മുടെ ഹാഫ് ആർഡർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡബിൾ ബാർ കൊടുത്ത് നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കണം. നമ്മുടെ എയിം എപ്പോഴും നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ചും കൂടെ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതായത് ഡയറക്റ്റ്ലി ഒരു സിംപ്ലിഫൈ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന നമ്പർ ഓഫ് ഗേറ്റ്സിനേക്കാളും കുറച്ചും കൂടെ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് മാറ്റി, എന്ന് വെച്ചാൽ നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ ബാർ ഇട്ട് നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യും അല്ലേ? അതിനേക്കാളും കുറച്ചും കൂടെ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും നമുക്ക് കിട്ടും. ഹാഫ് ആർഡർ എന്നൊരു ഒരു സ്ട്രോങ് സർക്യൂട്ടാണ്, നമുക്ക് എപ്പോഴും ആവശ്യം. അപ്പോൾ അത് നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുണ്ടോ നിങ്ങൾ നോക്കി. ഇപ്പം നിങ്ങളുടെ എക്സ്പ്രഷൻ എ ബാർ ബി പ്ലസ് എ ബി ബാറിൻ്റെ കൂടെ നിങ്ങൾ നോക്കിക്കേ, എ ബാർ എ പ്ലസ് ബി ബാർ ഇട്ട് കൊടുത്താൽ ശരിയാണോ? എ ഇൻറ്റു എ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സീറോയാണ്. ബി ഇൻറ്റു ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങളങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് മാറ്റുക. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നമ്പർ ഓഫ് ഗേറ്റ്സ് കുറയ്ക്കുക. അതുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. നമ്മൾ ആദ്യം ബൂളിയൻ എക്സ്പ്രഷനെ മിനിമൈസേഷൻ ചെയ്തിട്ടില്ലേ? സെയിം തന്നെ. ഓക്കെ, അപ്പം നാൻഡ് ഗേറ്റ് വെച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് എ ഉണ്ട്, എനെ എനിക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇതിനകത്ത് എ എടുക്കുമ്പോൾ ഇവിടെ ബി ബാറും ഉണ്ട്, ഇവിടെ എ ബാറും ഉണ്ട്. അപ്പോൾ എനിക്ക് എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് എഴുതാം. ഇവിടെ ബി ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ബി ഉണ്ട്. അപ്പോൾ ബീനെ ഞാൻ പുറത്തോട്ടെടുക്കാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് കിട്ടാലോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ എ ബാർ എ പ്ലസ് ബി ബാറിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ മേലെ. എ ബാർ എ പ്ലസ് ബി ബാറിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ മേലെ. എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് എഴുതാൻ മേലെ. നമ്മുടെ ഡി മോർഗൻസ് ലോ എന്താ? എ ഇൻറ്റു ബി ദ ഹോൾ ബാറിനെ എനിക്ക് എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് എഴുതാം അല്ലേ? അതായത് എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ബി ദ ഹോൾ ബാർ അല്ലേ? ഇപ്പോൾ കണ്ടോ, ഇവിടെ എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് വന്നിട്ടുണ്ട്. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിൽ എഴുതാം. അതുപോലെ തന്നെ ഇവിടെയുണ്ട് എ ബാർ എ പ്ലസ് ബി ബാറിന് എനിക്ക് വേണമെങ്കിൽ എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ എ ഇൻറ്റു എ ബി ബാറും പ്ലസ് ബി ഇൻറ്റു എ ബി ബാറും. ഇനി എനിക്കിതിനെ നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാലോ. ഡബിൾ ബാർ കൊടുക്കുക. കണ്ടോ, ഡബിൾ ബാർ കൊടുക്കുമ്പം എനിക്ക് എന്ത് മാത്രം ഇനി മാറ്റിയാൽ മതി? ഈ ഡോട്ടിനെ മാത്രം, ഈ ഒരു പ്ലസ്സിനെ എന്താക്കി മാറ്റണം? ഡോട്ടാക്കി മാറ്റുക അല്ലേ? ഈ ഒരു പ്ലസ്സിനെ എനിക്ക് ഡോട്ടാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരത്തില്ലേ? ഇപ്പം ഇത് എ പ്ലസ് ബി ദ ഹോൾ ബാറിൻ്റെ ഫോമില. എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാമല്ലോ. അപ്പം എ ബാർ ഇൻറ്റു ബി ബാർ. ഇനി എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കേ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉണ്ടോ, ആദ്യം എ ബി ബാർ അങ്ങ് ചെയ്യാം. എയും ബിയും കൂടെ ഇൻപുട്ടി കൊടുത്തപ്പോൾ എനിക്കിവിടെ എ ബി ബാർ കിട്ടി. എനിക്ക് എന്നാ വേണ്ടേ? എയും എ ബി ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നിന്ന് എ എടുത്തിട്ടുണ്ട്, ഈ എ ബി ബാറും കൂടെ ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് എ ഇൻറ്റു എ ബി ബാർ ഇത് ഹോൾ ബാർ കിട്ടി. കൊടുത്തിരിക്കുന്ന രണ്ട് ഇൻപുട്ടുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നാൻഡ് ഗേറ്റ്. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കിക്കേ, എനിക്ക് അടുത്ത എക്സ്പ്രഷൻ ഏതാ വേണ്ടത്? ബി ഇൻറ്റു എ ബി ബാർ. എ ബി ബാർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് ബിയും കൂടെ കൊടുത്താൽ മതി. ബിയും എ ബി ബാറും കൂടെ എന്ത് ചെയ്യുക? ഉണ്ടോ, ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുക. അപ്പോൾ ബീനെയും എ ബി ബാറിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടും. ഇനി എനിക്ക് എന്നാ ഫുൾ എക്സ്പ്രഷനാണ് വേണ്ടി, ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണം. ഓക്കെ, അതിനെ ഞാൻ നാൻഡ് ഗേറ്റിലോട്ട് എയും കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് കോംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടും. ഉണ്ടോ, സമ്മ കിട്ടി. അടുത്തിന് എനിക്ക് വേണ്ട ആരാ? ക്യാരിയും കൂടെ ചെയ്യണം അല്ലേ? ക്യാരിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ലേ, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പം ഓൾറെഡി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഇവിടെ ഓൾറെഡി എ ബി ബാർ കിടപ്പുണ്ട്. അപ്പോൾ എ ബി ബാറിനെ എടുത്ത് ഞാനൊരു എ ബി ബാറിനെ നോട്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? എ ബി ബാർ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. എ ബി ബാറിനെ എനിക്കൊരു നാൻഡ് ഗേറ്റിന് ഒരു നോട്ടാക്കി കൊടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എ ബി കിട്ടത്തില്ല. എനിക്ക് എ ബി അല്ലേ വേണ്ടേ? എൻ്റെ ക്യാരിയുടെ എക്സ്പ്രഷൻ എന്താ? എ ബിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നാൻഡ് വെച്ച് ഒരു ഹാഫ് ആർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ നോറ് വെച്ചും സെയിം പോലെ തന്നെയാണ് നോറ് വെച്ചും ചെയ്യേണ്ടത്. നോറ് വെച്ചും ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് മാറ്റും. കണ്ടോ, എ ബി ബാർ പ്ലസ് എ ബാർ ബി ആയിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. അതിൻ്റെ കൂടെ എ ഇൻറ്റു എ ബാർ ബി ഇൻറ്റു ബി ബാർ എടുക്കുക. കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ നോക്കുക. ഇവിടെ രണ്ടിടത്തും ഇതിനകത്തും എ കോമൺ ആയിട്ടുള്ള എനെ പുറത്തെടുക്കുമ്പോൾ പിന്നെ മിച്ചമുള്ളത് എ ബാർ പ്ലസ് ബി ബാറാണ്. ഇവിടെ രണ്ടിടത്തും ബി ഉള്ളതുകൊണ്ട് ബീനെ പുറത്തെടുക്കുമ്പോൾ എ ബാർ പ്ലസ് ബി ബാർ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ ഈ രണ്ട് ടേംസിനകത്തും ഉണ്ട്.
ഈ രണ്ട് ടേംസിനകത്തും എ ബാർ എ പ്ലസ് ബി ബാറിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കണം. പിന്നെ ഇനി മിച്ചം ആയിരിക്കുള്ളൂ എ പ്ലസ് ബി അല്ലേ മിച്ചമുള്ളേ. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാൻ മേലെ എ പ്ലസ് ബി ഇൻറ്റു എ ബാർ ഇൻ പ്ലസ് ബി ബാർ എന്ന് എഴുതാൻ മേലെ. അതായത് ഇതിനകത്തും എ ബാർ പ്ലസ് ബി ബാർ ഉണ്ട്, ഇതിനകത്തും എ ബാർ പ്ലസ് ബി ബാർ ഉണ്ട്. അത് രണ്ടും കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. പിന്നെ മിച്ചം ഇനി ആരൊക്കെ ഉള്ളൂ, എയും ബിയും കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, 100 വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബാർ ഇട്ട് കൊടുക്കാം. ഡബിൾ ബാർ ഇട്ട് കൊടുക്കുമ്പം പിന്നെ നമുക്ക് ഈ ഇവിടെ നടുക്ക് കിടക്കുന്ന പ്രൊഡക്റ്റിനെ മാത്രം പ്ലസ് ആക്കിയാൽ മതി അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ദ ബാർ എ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പം നിങ്ങൾക്കിനി എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ ചെയ്യാൻ വേണ്ടി എയും ബിയും കൂടെ ഒരു നോർ ഗേറ്റ് കൊടുത്ത് എ പ്ലസ് ബി ദ ഹോൾ ബാർ കിട്ടും. അതുപോലെ തന്നെ എ ബാറും ബി ബാറും എടുക്കുവാണെങ്കിൽ എ ബാർ ഇവിടെ എടുത്തിട്ടുണ്ട്, ബി ബാർ, ഇവരെ രണ്ടും കൂടെ ഒരു നോർ ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ എ ബാർ എ പ്ലസ് ബി ബാർ ദ ഹോൾ ബാറും കിട്ടി. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ബാറും കിട്ടി, എ ബാർ എ പ്ലസ് ബി ബാർ ദ ഹോൾ ബാറും കിട്ടിയെങ്കിൽ ഇവരെ രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, ഒരു നോർ ഗേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി നിങ്ങളുടെ ക്യാരിഡ് എക്സ്പ്രഷൻ എന്തായിരുന്നു, എ ബി എന്നല്ലേ. എ ബി ആണ് നിങ്ങളുടെ ക്യാരിഡ് എക്സ്പ്രഷൻ. അതിന് നിങ്ങൾ ഡബിൾ ബാർ കൊടുത്തേ. അപ്പോൾ നിങ്ങൾക്ക് എ ബാർ എ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന് എഴുതാൻ മേലെ എ ബാർ എ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്, നമ്മൾ ചെയ്തപ്പോൾ ഇത് ഇവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് അത് ക്യാരി ഔട്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഗേറ്റിന് ആവശ്യമില്ല, നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ തന്നെ ഒരു എക്സ്പ്രഷൻ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഹാഫ് ആർഡറും ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഹാഫ് ആർഡറും ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ ദ ഹാഫ് ആർഡർ എന്ന് ചോദിക്കും, യൂസിങ് നാൻഡ് ഉള്ളിന്നോ നോർ ഉള്ളിന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസൈൻ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ നോർ വെച്ചും നാൻഡ് വെച്ചും ഡിസൈൻ ചെയ്ത് കാണിക്കണം.